ദൈവവചനത്തിൻ്റെ നിസ്തുല്യത മനസ്സിലാക്കി, ദൈവികത്വം മനസ്സിലാക്കി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യത്വം മനസ്സിലാക്കി ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ പുത്തൻ പ്രഭാതത്തിൽ എക്സൽ മീഡിയയിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ പ്രഭാതവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. മത്തായി സുവിശേഷം നമുക്കറിയാം, പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളുടെ പ്രാരംഭ പുസ്തകമാണ് മത്തായി സുവിശേഷം. ഈ മത്തായി സുവിശേഷത്തിൻ്റെ എഴുത്തുകാരൻ യേശുക്രിസ്തുവിനെ യഹൂദന്മാരുടെ രാജാവായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ 12-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തു തൻ്റെ ദൈവികത്വം വാക്കുകളാൽ വെളിപ്പെടുത്തിയ ഒരധ്യായമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നത്. അതിൻ്റെ 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദൈവാലയത്തെക്കാൾ വലിയവൻ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് കർത്താവ് പറയുകയാണ്. 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിൽ മനുഷ്യപുത്രൻ ശബത്തിന് കർത്താവാണ് എന്ന് യേശു കർത്താവ് വിവരിക്കുകയാണ്. 41-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നു, യോനയിലും വലിയവനെ നിങ്ങളുടെ ഇടയിൽ കാണുവാൻ കഴിയും. 42-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, ശലോമോനിലും വലിയവൻ. ഇങ്ങനെ ഈ വാക്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ യേശു തൻ്റെ ദൈവികത്വം തൻ്റെ വാക്കുകളിലൂടെ തൻ്റെ ഭക്തന്മാരോട്, അല്ലെങ്കിൽ ഇത് വായിക്കുന്ന, ഇത് കേൾക്കുന്ന ഏതൊരു വ്യക്തിയോടും കർത്താവ് സ്വയമേവ സംസാരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുവാനായി കഴിയുന്നത്. ഈ മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കാൻ കഴിയുന്നു, അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരമുള്ള തലമുറ അടയാളം തിരയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഗുരു, നീ ഒരു അടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സത്യത്തിൽ എന്താണ് അവർ ഉദ്ദേശിച്ചത്? ഒരു അടയാളം കാണുക എന്നുള്ളത്. എന്നാൽ യേശു അവർക്ക് വ്യക്തമായി മറുപടി പറഞ്ഞു, വ്യഭിചാരവും ദോഷവുമുള്ള തലമുറയാണ് അടയാളം തിരയുന്നത്. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിലും പല ആളുകൾക്കും അടയാളം കണ്ടാൽ മതി യേശു ദൈവമാണ് എന്ന് മനസ്സിലാക്കാനോ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോട് ചേർക്കുവാനോ ആരും തയ്യാറാകുന്നില്ല. ഒരു അടയാളം കണ്ടാൽ മതി എന്നുള്ള ചിന്തയാണ്. അങ്ങനെയെങ്കിൽ കർത്താവ് മരിച്ചവരെ ഉയർപ്പിച്ചു, രോഗികളെ സൗഖ്യമാക്കിയും കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, താൻ ദൈവമാണ് എന്ന് സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടും, രാജാവാണ് താനെന്നും, രാജാവായി ജനിക്കപ്പെട്ടവനാണ് താനെന്നും യഹൂദന്മാരുടെ ഇടയിൽ പ്രചരിപ്പിച്ചിട്ടും അവർക്ക് യേശുവിനെ വേണ്ടുമെന്നും മനസ്സിലാക്കുവാനേ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ അതുപോലെയുള്ള ആളുകളായിട്ടാണ് ഇന്നും നിരവധി ആളുകളെ കാണുവാനായി കഴിയുന്നത്. നാം അവരിൽപ്പെട്ട പരീശന്മാരെ പോലെയോ ശാസ്ത്രിമാരെ പോലെയോ ആകാതെ ദൈവവചനത്തിൻ്റെ നിസ്തുല്യത മനസ്സിലാക്കി, ദൈവികത്വം മനസ്സിലാക്കി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യത്വം മനസ്സിലാക്കി, അതിൽ ആകൃഷ്ടരായി, ആത്മാവിലുള്ളവരായി ക്രിസ്തുയേശുവിനെ പ്രസാദിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ ഈ വചന കേൾവി നിങ്ങൾക്കൊരു അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.